മോദി വിളിക്കുന്നില്ല, ചർച്ച നടത്തുന്നില്ല, വ്യാപാര കരാറുകളൊക്കെ റദ്ദായി. അതുകൊണ്ട് തന്നെ ഈഗോ മാറ്റിവെച്ച് ട്രംപ് മോദിയെ ടെലിഫോൺ വിളിക്കുന്നു, മോദി എടുത്തില്ല. അടുത്ത ദിവസം വീണ്ടും വിളിക്കുന്നു, മോദി എടുത്തില്ല. അങ്ങനെ ഒരാഴ്ചയിൽ 4 തവണ മോദിയെ ടെലിഫോൺ വിളിക്കുന്നു. പക്ഷെ മോദി ട്രംപിന്റെ കോള് എടുത്തില്ല എന്ന് മാത്രമല്ല, അത് തിരസ്കരിച്ചു. ഈ വിവരം ജർമ്മനിയിലെ ഒരു പത്രമാണ് ആദ്യം പുറത്തുവിടുന്നത്. പിന്നീട് ജപ്പാൻ പത്രം അത് ഏറ്റെടുത്തു. അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ മാധ്യമങ്ങൾ ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ അത് വലിയ വാർത്തയായി. എന്നാൽ ഇതേക്കുറിച്ച് വാഷിംഗ്ടണോ ന്യൂഡൽഹിയോ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യൻ പ്രതിനിധികൾ അത് അംഗീകരിക്കാനോ തിരസ്കരിക്കാനോ തയ്യാറായില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ സ്റ്റൈൽ ഇതല്ല. മോദി വ്യാപാര ചർച്ചകൾ ടെലിഫോൺ വഴി നടത്താറില്ല. മോദി ചർച്ച നടത്തുന്നത് നേരിട്ടാണ്. അതുകൊണ്ട് വ്യാപാര ചർച്ചകൾക്ക് വേണ്ടി മോദി ഫോൺ എടുത്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. വാസ്തവത്തിൽ ട്രംപിന് ഇതിനേക്കാൾ വലിയൊരു അപമാനം വേറൊരിടത്തുനിന്നും ഉണ്ടാവാനില്ല. ട്രംപ് വിചാരിച്ചത് ഇന്ത്യ വഴങ്ങും, കീഴടങ്ങും, മോദി കാലിൽ പിടിക്കാൻ ഓടിയെത്തുമെന്നാണ്. ട്രംപ് ഫോൺ വിളിച്ചിട്ട് എടുക്കുക പോലും ചെയ്യാത്തതോടെ ട്രംപിന്റെ ഈഗോ വല്ലാതെ ഹർട്ടായി. ട്രംപ് അതിശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ പുതിയ 50% നികുതി നടപ്പിലാക്കുന്ന ഉത്തരവിറങ്ങുന്നു.